വേൾഡ് മലയാളി അന്തം നിവിൻ പോളിനെ ഫീച്ചർ ചെയ്ത് ഫുൾ ചെയ്യാം. അപ്പം ഞാൻ വിളിച്ചു നമുക്ക് ആദ്യത്തെ പ്രൊമോ ഇല്ലേ, അതിൽ ഡയറക്ടർ ആർട്ടിസ്റ്റ് ഒരു ഡിസ്കഷൻ ഉണ്ട് ജിമ്മിൽ വെച്ച്. അതിൻ്റെ ഒരു ലീഡ് നമുക്ക് ഇതിലിടാന്ന് പറഞ്ഞ് ഞാൻ നിവിൻ്റെ കോസ്റ്റ്യൂം ഒക്കെ സെറ്റ് ചെയ്തു. ഷൂട്ടിന് അന്ന് രാവിലെ നിവിൻ വരുമ്പോഴാണ് ഇത് തന്നെ ഇല്ലേടാ ഞാൻ വർഷങ്ങൾക്ക് ശേഷം നമുക്കറിയില്ലല്ലോ, റിലീസ് ചെയ്തിട്ടില്ല. ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 3 ദിവസം കഴിഞ്ഞിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം റിലീസാവുന്നത്. ധ്യാനൊരു ഇന്റർവ്യൂ സ്റ്റാർ ആണെന്ന് ഉള്ളതിൻ്റെയാണ് ധ്യാൻ ഇന്റർവ്യൂവിൽ വരുമ്പോൾ അതിന് കിട്ടുന്ന ഒരു റെസ്പോൺസ്. ബിക്കോസ് ധ്യാൻ അത്ര ജെന്യൂൻ ആയിട്ട് തുറന്നു പറഞ്ഞു. ഞാൻ സിനിമയിൽ ധ്യാൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയൊരു റെസ്പോൺസ് കിഡിലൻ, എന്താ പറയുക, ആർട്ടിസ്റ്റിനെക്കാട്ട് ഉപരിയുള്ള ആസ് എ പേഴ്സൺ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പുള്ളിനെ സംബന്ധിച്ച് ഇത്രേ ഉള്ളൂ, എല്ലാ ദിവസവും പണിയെടുക്കണം. എനിക്ക് പണിയില്ലാതെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. എന്തിന് ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ സമയമില്ലല്ലോ. നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാം, എന്തെങ്കിലുമൊക്കെ ഇറക്കി വിടുമായിരിക്കും. കൃഷ്ണ സോങ് പ്രിയൻ സാറിന് അയച്ചു കൊടുത്തത്. സാർ നമ്മുടെ വന്ദനം പാട്ട് പോലെയല്ലേ. സാറ് ചിരിച്ചു. കവിളിണയിൽ കുങ്കുമം, മമ്മൂക്കയുടെ മറ്റേ മധുരക്കരി കരളയില്ലേ, ഇതൊക്കെ റെഫറൻസ്. അപ്പൊ ഞാൻ ജെയ്ക്സിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോഴും എനിക്ക് വേണ്ടത് ഇതാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നിവിൻ പോളിയുടെ നമ്മൾ ഈ പറഞ്ഞ സിനിമകളുടെ ഹാർഡ് കോർ ഫാൻസാണ്. എന്നിട്ട് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ സേഫ് സോൺ എന്ന് പറയപ്പെടുന്ന ആ ഒരു ഏരിയ, ചിരി ഹ്യൂമർ, അത് ബ്രേക്ക് ചെയ്തത് ടോട്ടലി വേറൊരു ഡയമെൻഷൻ. കിടിലൻ പരിപാടിയല്ലേ അത്. ബേസിക്കലി നിവിന് അതിനെ അറ്റംപ്റ്റ് ചെയ്യാൻ ഇതേപോലത്തെ ഒരു അറ്റംപ്റ്റ് ആണ് രജനീഷ് ഞാനും ട്രൈ ചെയ്യണം. ഇപ്പോ മഞ്ഞുമേൽ ബോയ്സ്, പ്രേമലു, ആവേശം, വർഷങ്ങൾക്ക് ശേഷം ഒക്കെ ഒരു ബാധ്യതയാണ് അടുത്ത് വരുന്ന സംവിധായകർക്ക്. 100%. ഇതാണ് ചോദ്യം. ഈ ആടുജീവിതം കാണുന്ന സമയത്ത് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന്റെ ആ ഒരു ഇത്തരം ഒരു എഫർട്ട് കാണുമ്പോൾ ഡിജോ എത്ര അഭിമാനത്തോടു കൂടിയാണ് തിയേറ്ററിൽ ഇരുന്നത്? പടം കണ്ടതിന് ശേഷം ഞാൻ ഭയങ്കര ഡൗൺ ആയി, കരച്ചിലായിരുന്നു. അത് എന്താന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോയി. അറിയില്ല, ഞാൻ എന്നിട്ട് രാജുവിന് വോയിസ് വെച്ചു, സുപ്രീനെ വിളിച്ചു പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് കരച്ചിലായിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് പോയി. എന്തിനാ കരഞ്ഞെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ അതാണ് ആ സിനിമയുടെ മാജിക്. സിനിമ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ എനിക്ക് ഒരു കാര്യം പ്രോമിസ് ചെയ്യാൻ പറ്റും, അതായത് രജനീഷ് ആസ് എ മലയാളി ഒരിക്കലും തിയേറ്ററിൽ നിന്ന് തല ഒലിച്ചിറങ്ങേണ്ടി വരില്ല. അത് ഉറപ്പായിട്ടും മലയാളി ഫ്രം ഇന്ത്യയിൽ എനിക്ക് പറയാൻ പറ്റും. അത് പഞ്ച് ഡയലോഗ്. ഡിജോ ജോസ് ആന്റണിയാണ് നമുക്കിപ്പോൾ. ഹായ് ഡിജോ. ഹായ്. ജനഗണമനയ്ക്ക് ശേഷം അടുത്ത പടം മലയാളി ഫ്രം ഇന്ത്യ വരുമ്പോൾ ഇപ്പൊ തന്നെ അത് ഒരു തരത്തിൽ ട്രെൻഡിങ് ആണ്. കാരണം എന്ന് വെച്ചാൽ വേൾഡ് മലയാളി അന്തം ശരിക്കും ഇപ്പൊ ട്രെൻഡിങ് നമ്പർ 1 ആണ്. നേരത്തെ ഇറങ്ങിയ കൃഷ്ണ സോങ് 24 മ്യൂസിക്കിൽ കിടപ്പുണ്ട്, ട്രെൻഡിങ്ങിൽ കിടപ്പുണ്ട്, ഇപ്പോഴും കിടപ്പുണ്ട്. ഇന്ന് ഞാനിപ്പോ നോക്കിയിട്ട് വരുന്നത്. അപ്പോൾ അതൊരു പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ്, നല്ലൊരു പ്രൊമോഷൻ സ്ട്രാറ്റജിയാണ്. പിന്നെ ചിലരൊക്കെ ഈ സ്പിൻ ഓഫ് കാണുന്നുണ്ട്. മറ്റേ പടത്തിൽ നിവിനീസ് ബാക്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഈ പടത്തിൽ ആദ്യമേ തന്നെ ഡിജോ ഇറക്കിയ സാധനത്തിനകത്ത് നിവിനീസ് ബാക്ക് വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നിവിൻ ശരിക്കും വന്നു വർഷങ്ങൾക്ക് ശേഷത്തില്. അപ്പൊ ഞാൻ വിനീതിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രൊമോഷൻ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു അല്ല സംസാരിക്കാതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വാസ്തവം എന്താ, നിങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ? അയ്യോ ആഗ്രഹം. വിനീതേട്ടനും ബേസിക്കലി ഞാൻ പണ്ട് വിനീതേട്ടനായിട്ട് കണക്ഷൻ വരുന്നത് എനിക്ക് തോന്നുന്നു കോളേജ് ടൈമിൽ ഞാൻ മ്യൂസിക് ഡയറക്ഷനായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അന്ന് ഈ ആൽബത്തിൻ്റെ ക്രേസ് അല്ലേ. അപ്പോൾ വിനീതേട്ടൻ ഈ പറഞ്ഞ പോലെ വിനീതേട്ടൻ, ഷാൻ റഹ്മാൻ, ഇവരുടെയൊക്കെ കോഫി ടൈം റോഡ്. പക്ഷെ ആദ്യം ഇറങ്ങിയത് ജെയ്ക്സിന്റെ തന്നെ മലയാളി എന്ന് പറഞ്ഞ ആൽബം. ഇതൊക്കെ കണ്ട് നമുക്കും എന്തെങ്കിലും ഒരു അപ്പം ഞാൻ ഭയങ്കര മ്യൂസിക് ഡയറക്ഷൻ പരിപാടി ആയതുകൊണ്ട് ഒരു പാട്ട് ചെയ്താൽ അതിൽ പാടിയത് വിനീതേട്ടനാണ്. അപ്പം അങ്ങനെ ഞാൻ മ്യൂസിക് ഡയറക്ടറായിട്ട് വിനീതേട്ടനെ ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പോൾ പക്ഷെ അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഭയങ്കര വിനീതേട്ടൻ്റെ ഓരോ സിനിമ കാണുമ്പോൾ ഞാൻ വിനീതേട്ടനെ വിളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് പിന്നീടാണ് ഞാൻ ക്വീനിലോട്ട്, ഞാൻ ഫിലിം ഡയറക്ഷനിലോട്ട് വരുന്നത്. അപ്പോൾ വിനീതേട്ടൻ്റെ ഭയങ്കര ക്ലോസ്ലി കണക്റ്റഡാണ്, ഫാമിലി ആയിട്ടാണെങ്കിലും ദിവ്യ ചേച്ചിയായിട്ടൊക്കെയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പടത്തിന്റെ വിനീതേട്ടൻ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന എനിക്ക് ഓൾറെഡി അറിയാം. കാര്യം ധ്യാൻ നമ്മുടെ പടത്തിൽ ഉള്ളപ്പോൾ നമ്മുടെ പടം ഷൂട്ട് തുടങ്ങിയതിന് ശേഷമാണ് ഇടയ്ക്ക് ധ്യാൻ ഈ പറഞ്ഞ പോലെ വിനീതേട്ടൻ്റെ അടുത്ത് വർഷങ്ങൾക്ക് ശേഷം തുടങ്ങും. അപ്പോൾ ധ്യാൻ നമ്മുടെ പടത്തിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷത്തിലോട്ട് പോവുകയും അങ്ങനെ ഇപ്പം എനിക്ക് ക്ലോസ്ലി കണക്റ്റഡാണ്. അപ്പോൾ ഞാൻ വിനീതേട്ടനെ വിളിക്കുമ്പോൾ പടം തുടങ്ങാറായി. ഇപ്പോൾ ധ്യാനും പറയുന്നുണ്ട് അളിയ തുടങ്ങാണ് പടം. അപ്പോൾ അങ്ങനത്തെ കോൺവെർസേഷൻ്റെ ഒക്കെ ഇടയിലും നിവിൻ പക്ഷെ നമ്മുടെ കൂടെയായിരുന്നു. ഇതൊന്നും അറിയാതെയാണ് സത്യം പറഞ്ഞ ആദ്യത്തെ പ്രോമോ നമ്മൾ ചെയ്തത്. അത് എന്താണെന്ന് വെച്ചാൽ December 25 നമ്മൾ റിലീസ് ചെയ്യുന്നു. ആക്ച്വലി അന്ന് നമ്മൾ കുറച്ചും കൂടെ ഒരു ഫെബ്രുവരി എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നു, ഒരു ടാർഗറ്റ് ഡേറ്റ് ഉണ്ടായിരുന്നു, ഫെബ്രുവരി മാർച്ചോ സംതിങ്. അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു ഡിസംബറിൽ നമ്മൾ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നിവിൻ്റെ നമ്മളൊരു ഈ പറഞ്ഞൊരു ഫൺ എലിമെന്റ് ചെറുതായിട്ടൊന്നും നമുക്ക് എന്തെങ്കിലും കുറേ നാളായില്ലേ നിവിൻ്റെ ആ രൂപത്തിൽ നമ്മുടെ സിനിമയിൽ അതാണ് ചെറിയ രീതിയിലാണെങ്കിലും നമുക്ക് അതൊന്നും വരുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രോമോ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ അത് വിച്ച് ഇസ് നോട്ട് പാർട്ട് ഓഫ് എ ഫിലിം. പ്രൊമോ മെറ്റീരിയൽ നമ്മൾ കൃത്യമായിട്ട് എഴുതണം, മലയാളി ഫ്രം ഇന്ത്യ പ്രൊമോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര റീച്ച് ആയി. പക്ഷെ ഫെബ്രുവരി റിലീസ് പതുക്കെ മാറി.
അപ്പോഴും വിനീതേട്ടനായിട്ട് ഞാൻ സംസാരിക്കും. വിനീതേട്ടൻ പറഞ്ഞാടാ നിന്റെ പടം ആദ്യം ഇറങ്ങും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇറങ്ങും. കാര്യം ഈ ഫെബ്രുവരിയാണല്ലോ, ഫെബ്രുവരി മാർച്ചാണല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആയിരിക്കും ഏപ്രിലാണ്. കാര്യം അത് നേരത്തെ ഫിക്സ്ഡാണ്, വിഷു റിലീസ് ഫിക്സ്ഡാണ് വിനീതേട്ടൻ്റെ. പക്ഷെ പിന്നീടാണ് നമ്മൾ പതുക്കെ അങ്ങോട്ടേക്ക് മാറുകയും വർഷങ്ങൾക്ക് ശേഷമാവും. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് വിനീതേട്ടൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞാനിതൊന്നും അറിയാതെയാണ് വേൾഡ് മലയാളി ആന്തം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത്. കാര്യം നിവിനോടും പറഞ്ഞു, ഈവൻ ലിസ്റ്റിനോടാണെങ്കിലും ധ്യാനോടും പറഞ്ഞു. എനിക്ക് ധ്യാനും ധ്യാൻ്റെ നിവിൻ്റെ 2 ദിവസത്തെ ഡേറ്റ് വേണം വേൾഡ് മലയാളി ആന്തം ഷൂട്ടിന്. ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ധ്യാൻ തിരക്കായി, വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ ഷൂട്ടും കാര്യങ്ങളും. അപ്പോഴാണ് ഞാൻ നിവിൻ്റെ ഒരു ഡേറ്റ് ആക്ച്വലി 2 ദിവസം ഷൂട്ടൊക്കെ കഴിഞ്ഞ്, നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ്, എനിക്കൊന്ന് വർഷങ്ങൾക്ക് ശേഷമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എനിക്കൊന്ന് ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ ഇടയിലാണോ അല്ല, പുള്ളിയുടെ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എഡിറ്റൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് 2 ദിവസം വിളിച്ച്. ഞാൻ ആക്ച്വലി ഇത് ഓൾറെഡി പ്ലാൻ ചെയ്ത് 2 ദിവസം നമ്മുടെ ഷൂട്ടിൻ്റെ എല്ലാം സ്ക്രിപ്റ്റും പരിപാടിയൊക്കെ വെച്ച്. അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രോമോ അത്യാവശ്യം ആൾക്കാർക്ക് രസമായി. അപ്പോഴാണ് ഈ ധ്യാനും തിരക്കാണ്, ധ്യാൻ്റെ അവൈലബിലിറ്റിയും ഇച്ചിരി ടൈറ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു വേൾഡ് മലയാളി ആന്തം നിവിൻ പോളിനെ ഫീച്ചർ ചെയ്ത് ഫുൾ ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ആദ്യത്തെ പ്രോമോയിൽ അതിൽ ഡയറക്ടർ ആർട്ടിസ്റ്റ് ഒരു ഡിസ്കഷൻ ഉണ്ട് ജിമ്മിൽ വെച്ച്, അതിൻ്റെ ഒരു ലീഡ് നമുക്ക് ഇതിലിടാന്ന് പറഞ്ഞ് ഞാൻ നിവിൻ്റെ കോസ്റ്റ്യൂം ഒക്കെ സെറ്റ് ചെയ്തു. ഷൂട്ടിന് അന്ന് രാവിലെ നിവിൻ വരുമ്പോഴാണ് ഇത് തന്നെ അല്ലേടാ ഞാൻ വർഷങ്ങൾക്ക് ശേഷം, നമുക്കറിയില്ലല്ലോ, റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 3 ദിവസം കഴിഞ്ഞിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം റിലീസാവുന്നത്. അത് റിലീസായതിനു ശേഷമാണ് നമ്മുടെ ടൈം അനുസരിച്ച് തന്നെ നമ്മൾ കിട്ടും. അപ്പോഴാണ് എല്ലാവരും ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ആ ക്യാരക്ടറിൻ്റെ ഒരു ലീഡ് ഒരു ഭയങ്കരമായിട്ട് കണക്ഷൻ തോന്നി. പിന്നെ ആക്ച്വലി പാട്ടും ഈ പറഞ്ഞുള്ള എല്ലാ മലയാളികൾക്കും കണക്ട് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അത് അന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ജെയ്ക്സ് ആണ് മ്യൂസിക് ചെയ്തത്, ലിറിക്സ് നമ്മുടെ തന്നെ റൈറ്റർ ഷാരിസും സുഹൈൽ കോയാണ് എഴുതിയത്. അപ്പോൾ അങ്ങനെ ഓവറോൾ മലയാളികൾക്ക് എത്രത്തോളം മലയാളിക്ക് വേണ്ടി ഒരു പാട്ട് വിച്ച് ഇസ് നോട്ട് പാർട്ട് ഓഫ് ദ ഫിലിം, പക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അതാണ് ഞങ്ങൾ വേൾഡ് മലയാളി ആന്തത്തിൽ പ്രസന്റ് ചെയ്തത്. പക്ഷേ സിനിമയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഒരു ഹാഫ് കഴിയുമ്പോഴത്തേക്ക് മലയാള സിനിമയെ വിമർശിക്കുന്നത് ഉദയനാണ് താരത്തിന്റെ പുതിയ കാലത്തിന്റെ വേർഷൻ പോലെയാണ് ബാക്കി പൊക്കോണ്ടിരിക്കുന്നത്. അതിൽ നിവിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പൊള്ളിയാണ്. ഈ നിവിന്റെ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അയ്യോ ഡിജോ ഈ സാധനം മറ്റേ പറയാം ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ടല്ലേ, ഈ ഒരു കണക്ഷൻ ഉണ്ടല്ലേ എന്ന് തോന്നുന്ന ഒരു സാധനം വന്നത്. അവിടെയാണ് ഞങ്ങളെല്ലാം വിചാരിക്കുന്നത് നിവിന് അസാധ്യ പെർഫോമൻസ് ആണ്. അപ്പോൾ ആ പെർഫോമൻസിൽ പറയുന്ന ചില ഡയലോഗ്സ് ഒക്കെയാണ് ഡിജോ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സത്യമായിട്ടും ഇതുമായിട്ടൊരു ബന്ധമില്ല, അതിന് മുന്നേ ചെയ്ത കാര്യം. നമ്മൾ ആ ജിമ്മിൽ ബേസിക്കലി നമ്മൾ വെച്ചില്ലേ, അതായത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, ട്രെയിനറെ പണിയെടുപ്പിക്കുന്നു, അതേപോലെ തന്നെ അതിൻ്റെ ഒരു ക്യാരക്ടർ ലീഡ് സൂപ്പർ സ്റ്റാർ ആയിട്ട് ബേസിക്കലി നമ്മൾ ചെയ്യുന്നൊരു വേർഷൻ മാത്രം, അത്രയും മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോഴാണ് ഈ പറഞ്ഞ ഈ സോങ്ങിൽ ഈ ക്യാരക്ടർ നമ്മളത് പക്ഷെ ലീഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതപ്പോൾ കണ്ടപ്പോഴാണ് എല്ലാവർക്കും എനിക്കൊന്ന് ഭയങ്കരമായിട്ടൊരു കണക്ട് ഫീൽ ചെയ്തത്. പക്ഷെ വിച്ച് ഇസ് ഗുഡ്. എന്തായാലും നമ്മുടെ സിനിമയിലോട്ട് വരുമ്പോൾ പ്രേക്ഷകർക്ക് അറിയാമല്ലോ, കാര്യം കൃഷ്ണ സോങ് അതാണ് നമ്മൾ അതിന് മുന്നേ വിട്ടത്. കൃഷ്ണ സോങ് കാണുന്നവർക്കറിയാം, അല്ലെങ്കിൽ ആ ലുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇതിനെ നമ്മൾ ടോട്ടലി പ്ലേസ് ചെയ്തിരിക്കുന്നത് സാധാരണക്കാരൻ്റെ ഒരു ടോട്ടൽ ലുക്കാണ്. ഇപ്പോൾ രജനീഷ് കണ്ടാൽ മതി, തലമുടിയൊക്കെ അത് പ്രത്യേകിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് ഫോർ നമ്മുടെ ഗോപി, പടത്തിലെ നായകൻ ആൽപ്പറമ്പിൽ ഗോപി. ഞാൻ അന്ന് ആദ്യം പറഞ്ഞു, അപ്പോൾ ആൽപ്പറമ്പിൽ ഗോപിയുടെ ലുക്കാണത്. കൃഷ്ണയുടെ പുറങ്ങടക്കുകയും മൽഘോഷ് എന്ന് പറഞ്ഞ സുഹൃത്ത് ധ്യാനം. അപ്പോൾ ഇതല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് അറിയാം. ദിസ് ഇസ് ഓൾ പ്രൊമോഷണൽ മെറ്റീരിയൽസ് എന്നുള്ളത് അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം. നിവിനീസ് ബാക്ക് എന്ന് പറയുന്നത് സത്യത്തിൽ ഗുണപ്പെട്ടിരിക്കുന്നത് ഇപ്പം ഡിജോയ്ക്കാണ്. ആ സിനിമയ്ക്ക് ശരി അതിന് ഗുണം ചെയ്തു, പക്ഷേ അത് ഇനി അതിലൊരു പേടിയുണ്ടോ? അപ്പോൾ നിവിനീസ് ബാക്ക് എന്ന് പറയുന്ന രീതിയിൽ ഭയങ്കര ഗുമ്മായിട്ട് നിവിൻ പോളിയാണ് ആ പടത്തിന്റെ ആ സമയത്തൊക്കെ എന്നെ സീറ്റിലേക്ക് മുമ്പിലോട്ട് ഇരുത്തിയത് നിവിനോ, ഇവന് എന്താ കാണിക്കണം എന്നുള്ള രീതിയിൽ. കാരണം പറയുന്നതൊക്കെ വലിയ സംഗതികളാണ്. ഇത് സിനിമയ്ക്കുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവർക്കറിയാം. ഇപ്പോൾ സാധാരണ പ്രേക്ഷകൻ എത്രത്തോളം കണക്ട് ആയിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ഇപ്പം ജനഗണമന പറയുന്ന സമയത്തും ജനഗണമനയിലും ഇതേപോലൊരു സംഗതി ഉണ്ടായിരുന്നു. ഈ സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ പെരിഫറൽ ആയിട്ടേ അറിയാവൂ. പക്ഷെ അതിനകത്ത് ഇൻഡെപ്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കാണ് അത് കൂടുതൽ ആസ്വാദ്യകരമായത്. അതേപോലെ ഇതിനകത്ത് ഇൻഡെപ്തിൽ ഈ കാര്യങ്ങൾ അറിയാവുന്നവർക്ക്, സിനിമയെക്കുറിച്ച് അറിയാവുന്നവർക്ക് നിവിൻ പോളി പറയുന്ന ഓരോ സെന്റൻസും ചിരിപ്പിക്കുന്നത്. നിങ്ങളും അതേപോലെ തന്നെ ഒരു പ്രൊമോയും ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ അതാണ് ഈ ഇത്തരം പ്രൊമോഷൻ ഹൈ ആയി പോയെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോ അങ്ങനെ കുറയ്ക്കണോ? ഇനി ഇല്ല, അങ്ങനെയൊന്നുമില്ല. സി, നമ്മള് ഒരു സിനിമേനെ നമ്മൾ അപ്രോച്ച് ചെയ്യും. ഇപ്പം ഞാൻ എന്തിനാണ് ഈ പ്രൊമോഷൻ മെറ്റീരിയൽസ് എന്ന് ചോദിക്കുമായിരിക്കും. അപ്പോൾ ബേസിക്കലി എന്താ വെച്ചാൽ ഞാൻ ആസ് എ പ്രേഷൻ, നമ്മളൊരു മലയാളി സാധാ പ്രേഷൻ. അപ്പം നമുക്കൊരു സിനിമ കാണാൻ നമ്മുടെ ട്രെയിലറും അങ്ങനത്തെ എന്തെങ്കിലും ഒരു പരിപാടി കൊടുക്കുമ്പോൾ
ഇപ്പോഴത്തെ പ്രേക്ഷകർ ഞാൻ വിശ്വസിക്കുന്നതാണ്, ഞാൻ ഉൾപ്പെടുന്ന പ്രേക്ഷകരാണ്, നമ്മൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയതുകൊണ്ട് ഓൾറെഡി ഈ സിനിമ മൊത്തം അവർ കാണും. ഇതിൽ നിന്ന് ഇത് അവൻ പെണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ആക്ച്വലി ഇവർ തന്നെ ഒരു 100 രൂപ അല്ലെങ്കിൽ 150 രൂപ നമ്മുടെ ടിക്കറ്റ് നമ്മൾ അവരത്രയും പൈസ കൊടുത്തൊരു ടിക്കറ്റ് എടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കുറഞ്ഞേക്കാം. ഇതെൻ്റെ തോട്ട് പ്രോസസ്സാണ്. അപ്പോൾ അതല്ലാതെ അവർക്ക് വേറെ ഒരു സിനിമ പ്യുവറായിട്ട് കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ പ്രോമോ മെറ്റീരിയൽ എന്താ വെച്ചാൽ നിവിൻ്റെ ഒരു ഇത്രയും നാളും ഇപ്പോൾ നിവിൻ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഗംഭീര സിനിമ, ഇപ്പോൾ മൂത്തോൻ, ഇങ്ങനത്തെ ഓരോ സിനിമകൾ ചെയ്ത് ആക്ച്വലി ഒരു വെറൈറ്റി ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ നമ്മൾ കണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു പക്ഷേ രജനീഷ്, ഇപ്പം ഞാൻ പറയാം, നമ്മൾ ഉമേഷിനെ കാണാം വടക്കൻ സെൽഫി, അതുപോലെ തന്നെ ത്രൂ ഔട്ട് ഈ മൊമെൻ്റ് വരെ ഒരു ഉമേഷ് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ സത്യം പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ഒരു ആൽപ്പറമ്പിൽ ഗോപിക്ക് വേണ്ടി നിവിൻ്റെ അടുത്തോട്ട് ചെല്ലില്ല. ബിക്കോസ് നിവിൻ ഇസ് എ ബ്രില്യൻ്റ് ആക്ടർ എന്നെ സംബന്ധിച്ചോളം. ബിക്കോസ് പുള്ളി അതിനുശേഷം എത്രയോ പടങ്ങൾ മാറി ഹേ ജൂഡ്, എന്താ പറയുക, മൂത്തോൻ, പടവെട്ട്, ഇത്രയും സിനിമകൾ ട്രൈ ചെയ്ത്, അപ്പോൾ എന്നെ സംബന്ധിച്ചോളം പുള്ളി വേറൊരു കരിയർ ഒരു പരിപാടി ട്രൈ ചെയ്തിരിക്കുക. അപ്പോൾ എനിക്ക് ആവശ്യമായിരുന്നു നിവിൻ്റെ ഒരു സെഗ്മെന്റ് ഓഫ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ലൈറ്റർ സൈഡ് അതൊന്ന് പുറത്തു വിടാൻ. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഈ പ്രോമോ വെച്ച് ഇന്നാക്കിയത്. പക്ഷേ സിനിമയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കൃഷ്ണ സോങ് ആണ്. പിന്നെ നമ്മൾ ഇനി ഇറക്കാൻ പോകുന്ന ഒരു വേൾഡ് ഓഫ് ഗോപി, ഗോപിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പാടം, ചെറിയ പാലം, പശു, നമ്മളെന്താ പറയുക, നമ്മുടെ ഇപ്പോൾ ആൽപ്പറമ്പിൽ ഗോപി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഈ നാട്ടും പ്രദേശത്തിലെ സാധാരണക്കാരനായ ഒരു മലയാളിയാണ് ആൽപ്പറമ്പിൽ. സിനിമയിലോട്ട് വരുവാണെങ്കിൽ സിനിമ തികച്ചും ഈ മലയാളിയുടെ ലൈഫ് സ്റ്റോറിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയാണ്. അത്രേ ഉള്ളൂ ഈ സിനിമ. അല്ലാതെ ഈ പറഞ്ഞ പോലെ, പക്ഷേ എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു, നിവിൻ ഇത്രയും ഈ പറഞ്ഞ പോലെ പടവെട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ അത്രയും രസകരമായ വേറൊരു റേഞ്ചിൽ നിൽക്കുന്ന സിനിമയിൽ നിന്ന് ഇതിലോട്ട് വരുമ്പോൾ ഐ വോണ്ടഡ് എ ഷിഫ്റ്റ്. ആ ഷിഫ്റ്റാണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷമൊക്കെ വന്നപ്പോൾ ഇതെല്ലാം വേറൊരു റേഞ്ചിലേക്ക് വന്നു. വിച്ച് ഇസ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് സിനിമയ്ക്ക് വളരെ നന്നായിട്ടേ ഉള്ളൂ, നല്ലതിനാണ്. ഇപ്പോൾ കൃഷ്ണ സോങ്ങിൽ ശരിക്കും എനിക്കത് സിമിലർ ആയിട്ടുള്ള ചില സംഗതികളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ എന്നെ തല്ലണ്ട മാവ ഞാൻ നന്നാവൂല എന്ന് പറയുന്ന സോങ് വിനീതിന്റെ ശബ്ദത്തിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ പല സോങ്ങും ഇപ്പോൾ അനുരാഗത്തിൻ വേളയിലൊക്കെ പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സോങ്ങും കേട്ടിട്ടുണ്ട്. പക്ഷെ വിനീതിന്റെ ഒരു പാട്ടുണ്ട്, കരളെ കരളിന്റെ കരളെ, അതെ, അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു പാട്ടാണ്. എനിക്ക് ഇത് ഒരു ആ ജോണറിൽ വരുന്ന ഒരു പാട്ടായിട്ട് തോന്നി. ഭയങ്കര രസമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പാട്ട്. ക്രിഞ്ച് എന്നൊക്കെ പറയുമ്പോഴും ഈ സാധനങ്ങളൊക്കെ എവിടെയൊക്കെയോ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്ക്രീനിൽ. അതിന്റെ ഒരു സാധ്യതയും കൂടെയാണോ തേടിയിട്ടുള്ളത് സിനിമയിലല്ല, സോങ്ങിൽ എനിക്ക് ഒന്ന് എടുത്തു പറയേണ്ടത് എന്താ വെച്ചാൽ, സത്യം പറഞ്ഞപ്പോൾ രജനീഷ് പറഞ്ഞ ഈ പാട്ടുകളൊക്കെ തന്നെയാണ് എൻ്റെ റെഫറൻസ്. കാര്യം നായകൻ നമ്മുടെ നായികയുടെ പുറകെ കിടക്കുന്ന നമ്മൾ പണ്ട് തൊട്ടേ കാണുന്നത് വന്ദനത്തില് നമുക്കറിയാവുന്ന പാട്ടുകളല്ലേ, ശരിയല്ലേ? ഏറ്റവും നമ്മളെ എവിടെ കവിളിണയിൽ കുങ്കുമോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ മറ്റേ മധുരക്കരി, അപ്പൊ അതൊരു ഭയങ്കര ഇത് രണ്ടും. അതല്ലെങ്കിൽ ഇപ്പൊ പറയുന്നത് മേനെ ദിലീപേട്ടൻ ആ പാട്ട്, അതല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ കരളയില്ലേ, ഇതൊക്കെ റെഫറൻസാണ്. അപ്പൊ ഞാൻ ജെയ്ക്സിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോഴും എനിക്ക് വേണ്ടത് ഇതാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. കാര്യം കുറെ നാളായില്ലേ നമ്മളിതൊക്കെ കണ്ടിട്ട്. അപ്പോൾ പക്ഷെ എന്നിട്ടും നമ്മൾ ഇങ്ങനത്തെ ഒരു പാട്ട് വിട്ടിട്ട്, എനിക്കറിയില്ല കേട്ടോ, ചിലർ പറയാണ് സ്റ്റോക്കിംഗ് ആണ്, നായകൻ നായികയുടെ പുറകെ പോകുന്നു, സ്റ്റോക്കിംഗ് ആണ്. അപ്പൊ ഞാനിത് കാണും അപ്പൊ സ്റ്റിൽ എൻ്റെയൊക്കെ മനസ്സിലെ ഭയങ്കരമായിട്ടുള്ളൊരു നൊസ്റ്റാൾജിയ മൊമെന്റ്സ് ആണ് ഈ പാട്ടുകൾ. ഇപ്പോഴും നമ്മൾ കേൾക്കുന്നതും ഭയങ്കര രസകരമായിട്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെയൊക്കെ അതേ റെഫറൻസ് തന്നെ വെച്ച് ഇൻസ്പയർഡ് വേർഷനാണ് കൃഷ്ണ സോങ്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ നിവിൻ എനിക്ക് തോന്നുന്ന ഒരു പക്ഷെ അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ പോലെ എന്നെ തലേണ്ട അമ്മാവ് ഡെഫിനറ്റ്ലി ഉണ്ട്, പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ ഒരു റൊമാൻറ്റിക് സെക്ഷൻ അതിൽ വന്നിട്ടില്ല. പിന്നെ അനുരാഗത്തിന് അത് ടോട്ടലി തട്ടത്തിമറയത്ത് ഒരു വേറെ ലീഗ് ഓഫ് എന്താ പറയുക ഹാർഡ് കോർ പ്രണയമല്ലേ. ഇത് അങ്ങനെയല്ല, ഇതൊരു എന്താ പൈങ്കിളി പ്രണയമല്ലേ. അപ്പൊ ഈ പൈങ്കിളി പ്രണയം നിവിൻ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നിവിന്റെ ആ ഒരു ഏരിയയും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തതാണ്. ആ സിനിമയിലുണ്ട്, ചെയ്തവരുണ്ട്. ഈ ധ്യാൻ ഇപ്പൊ നല്ല മാർക്കറ്റാണ്. ധ്യാൻ ഇറങ്ങി ഒരു പ്രൊമോഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പടം വേറെ ലെവൽ പ്രൊമോഷൻ ആവും. എല്ലാരും പറയുന്നുണ്ട് ധ്യാനെ ഒന്ന് ഇറക്കി വിട്. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ പ്രൊമോഷൻ തന്നെ ആളുകളൊക്കെ പറഞ്ഞത്, വിനീത് ഒന്ന് സംസാരിക്കുന്ന സമയത്തും
ശരിക്കും ആൾക്കാരൊക്കെ പറയുന്നുണ്ട് വിനീത് എന്തിനാ കഷ്ടപ്പെടുന്നത്, അധ്യാനം കിട്ടാ പോരെ. പക്ഷെ എനിക്കത് ധ്യാൻ എന്നിട്ട് വന്നു അല്ലെ ഒരു രക്ഷയില്ല സത്യം. അതേപോലെ ഞാൻ ഡിജോയോട് ചോദിക്കണത്, ഡിജോ എന്തിനാ എത്ര കഷ്ടപ്പെടുന്നത്, ഇറക്കി വിട്, ധ്യാൻ ഇറക്കി വിട്. അല്ല ധ്യാനെ ഇറക്കി വിടുന്നുള്ളത് പോയിന്റ് ആണ്. പക്ഷെ ഈ ഓരോ സിനിമയ്ക്കും ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷത്തില് ധ്യാൻ, പ്രണവ് മോഹൻലാൽ അങ്ങനെ ഇവരുടെ ഒരു ഏരിയ ആണ്. പക്ഷെ ധ്യാൻ എന്ന് പറയുന്നത് ഇപ്പോഴും രജനീഷ് ചോദിച്ച ചോദ്യത്തിന്റെ വേറൊരു മറുപടി ആയിട്ട് ഞാൻ പറയാം. ധ്യാൻ ഇപ്പോഴും പറയപ്പെടുന്ന ഇന്റർവ്യൂ സ്റ്റാർ ആണ്. അതാണല്ലോ ഇതിന്റെ ഒരു റീസൺ. അല്ല ഇപ്പൊ അത് മാറി, വർഷങ്ങൾക്ക് ശേഷം വേറെ അതാ പറഞ്ഞ. അപ്പൊ മേ ബി അതിലൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്യാം, ധ്യാൻ ഒരു ഇന്റർവ്യൂ സ്റ്റാർ ആണെന്ന് ഉള്ളതിന്റെയാണ് ധ്യാൻ ഇന്റർവ്യൂവിൽ വരുമ്പോൾ അതിന് കിട്ടുന്ന ഒരു റെസ്പോൺസ്. ബിക്കോസ് ധ്യാൻ അത്ര ജെന്യൂൻ ആയിട്ട് തുറന്നു പറയും. പക്ഷെ തുറന്നു പറയാലോ, ഞാൻ സിനിമയിൽ ധ്യാൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയൊരു റെസ്പോൺസ്, എനിക്ക് കിട്ടിയൊരു അനുഭവമാണ് കിടിലൻ. എന്താ പറയുക, ആർട്ടിസ്റ്റിനെക്കാട്ട് ഉപരിയുള്ള ആസ് എ പേഴ്സൺ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് അവിടെ വന്നിട്ടിരുന്നിട്ട് വിനീതേട്ടൻ്റെ കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ നിവിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇത്ര ഓപ്പൺ ആയിട്ട്, പിന്നെ അത് മാത്രമല്ല ഭയങ്കര ഹാർഡ് വർക്കിംഗ്. പുള്ളി അവിടെ വന്നിരുന്നിട്ട് ഇന്റർവ്യൂവിൽ അടിക്കാനായിട്ട് തോന്നുന്നു പുള്ളി വെറുതെ. പക്ഷെ പുള്ളി എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ സ്റ്റാർ മാത്രമല്ല, ഈസ് വൺ ഓഫ് എ കിഡിലും പെർഫോമറാണ്. അത് വർഷങ്ങൾക്ക് ശേഷത്തിലൂടെ പ്രൂവ് ചെയ്തു. നമ്മൾ ഇപ്പോൾ വിനീതേട്ടൻ അത് ഭയങ്കര കിഡിലായിട്ട് നമ്മൾ യൂസ് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ ഭയങ്കര ഹാപ്പിയുണ്ട്, സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമയിലും ധ്യാൻ പ്ലേ ചെയ്ത ക്യാരക്ടർ മൽഘോഷ് എന്ന് പറഞ്ഞു, നമ്മുടെ ഗോപിയുടെ കൂടെ നടക്കുന്ന ഒരു വേറെ തരം നമ്മുടെ സ്വന്തം മലയാളി. ഈ മലയാളി ക്യാരക്ടർ ചെയ്യാൻ ശരിക്കും സത്യം പറഞ്ഞാൽ ധ്യാനിന് പകരം വേറൊരു ഓപ്ഷൻ ഇല്ല. കാര്യം ധ്യാൻ അത്ര രസമായിട്ടാണ് നമ്മുടെ പടത്തിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളി ഓരോ ദിവസം രാവിലെ വളയാ എന്താ കളിയാ വളയാ പൊളിക്കാം. അപ്പോൾ ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജി എനിക്ക് തോന്നുന്നു ധ്യാനിൽ നിന്ന് കണ്ടത്. എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ചുരുങ്ങിയ സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഇത് 3ാമത്തെ സിനിമ. ഇതിൻ്റെ ഇടയിൽ കണ്ട ഒരു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മളീ പുറമേ നിന്ന് ഇപ്പോൾ രജനീഷ് പറയുന്ന പോലെ ഇന്റർവ്യൂവിൽ ഒന്ന് സംസാരിക്കും എന്നതല്ലാതെ കുറേ സിനിമകൾ ചെയ്യുന്നതല്ലാതെ എനിക്ക് അറിയില്ലായിരുന്നു. പേഴ്സണലി അറിഞ്ഞപ്പോഴേ ഞാൻ വിനീതൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വിനീതേട്ടാ ധ്യാൻ ഇതല്ല കേട്ടോ നമ്മുടെ പടത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര രസമാണ്, ഭയങ്കര പെർഫോമൻസ് ആണ് വിനീതേട്ടാ. വിനീത് പറയാം, എടാ ഡിജോ നമ്മുടെ പടത്തിലും ധ്യാൻ അടിപൊളിയാണ് 7 വർഷങ്ങൾക്ക് ശേഷത്തില്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പം ധ്യാൻ്റെ അടുത്തും പറയും, അളിയാ നമുക്കൊരു നല്ല നല്ല സിനിമകൾ, എൻ്റെ പൊന്നളിയ എൻ്റെ വീടളിയാ, അത് സെയിം തന്നെയാണ് ധ്യാൻ ഇന്റർവ്യൂവിലും പറയുന്നത്. എന്താണോ നമ്മളോട് പറയുന്നത് അത് ഓപ്പൺ ആയിട്ട് പറയാന്ന് പറഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും പറയാൻ പറ്റുന്ന കാര്യമല്ലേ. ഇപ്പം ഞാൻ പോലും പേഴ്സണലി നമ്മൾ എന്താണെന്നുള്ള ഓപ്പൺ ആയിട്ട് പറയും. എനിക്ക് തോന്നുന്നില്ല നമ്മളൊരു ഇന്റർവ്യൂ രജനീഷിൻ്റെ അടുത്ത് രജനീഷ് ഞാൻ അങ്ങനെ ചെയ്യും, ഇദ്ദേഹം അത് പറയും. പക്ഷെ അത് ഇന്റർവ്യൂവിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു നേരിട്ടും പറയും. അത്രയും ജെന്യുവൻ ആയിട്ട് എനിക്ക് തോന്നുന്നു വേറെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ, എനിക്കതിൽ അത്ര ഇന്റർവ്യൂ സ്റ്റാർ എന്ന് പറയുന്നതിനോട് താല്പര്യമില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ അദ്ദേഹം ധ്യാനൊരു കിടിലൻ ആർട്ടിസ്റ്റാണ്. അപ്കമിങ് അല്ല, ഈസ് ഓൾറെഡി പ്രൂവ്ഡ് അല്ലേ, വർഷങ്ങൾക്ക് ശേഷത്തിലൂടെ ഒരു നല്ല പെർഫോമറാണ്. എനിക്കൊന്ന് മൂവിങ് ഫോർവേഡ് ഞാൻ ഫോക്കസ് ചെയ്തല്ലോ. പക്ഷെ എനിക്കറിയില്ല, വെൽ ഫോക്കസ്ഡ് ആണ്. പക്ഷേ പുള്ളിനെ സംബന്ധിച്ച് ഇത്രേ ഉള്ളൂ, എല്ലാ ദിവസവും പണിയെടുക്കണം. എനിക്ക് പണിയില്ലാതെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എന്തിനും ഇന്റർവ്യൂവിന് വിളിച്ചാൽ പോലും സമയമില്ലല്ലോ. അപ്പൊ ചോദിച്ചില്ലേ എന്തുകൊണ്ട് ഇന്റർവ്യൂവിന് ധ്യാനം അളിയനില്ല. ധ്യാന സമയം ധ്യാനം ഏതോ അടുത്ത പടത്തിലേക്ക് ഷൂട്ടിൽ കയറി. അപ്പൊ നിവിനും ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജുവിന്റെ ഷൂട്ടിലാണ്. അപ്പൊ ഇവർ രണ്ടുപേരും അവൈലബിൾ അല്ലാതെ വരുമ്പോൾ നമ്മൾ ആ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒരാളൊന്ന് പറയണ്ടേ, ധ്യാനം നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാം. എന്തെങ്കിലുമൊക്കെ ഇറക്കി വിടുമായിരിക്കും. വരട്ടെ, ധ്യാൻ വരും കേട്ടാ, ധ്യാനോട് നമുക്ക് ചോദിക്കാം. ഡിജോ, വേറൊരു കാര്യമുള്ളത്, ഇപ്പൊ ജനഗണമന എന്ന് പറയുന്ന അതിനകത്ത് ഭയങ്കര ഒരു റൈറ്റിംഗ് സ്കിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷാരിസ് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കൈയടിപ്പിച്ചിട്ട് സെക്കൻഡ് ഹാഫിൽ ഇതല്ല, അതിന്റെ പെർസ്പെക്റ്റീവ് മാറ്റുന്ന ഒരു റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. തിയേറ്ററിൽ ഇരിക്കുന്ന അതേ പ്രേക്ഷകരെ കൊണ്ട് തിരിച്ച് കൈയടിപ്പിക്കുക, അല്ലെങ്കിൽ തിരിച്ച് ചിന്തിപ്പിക്കുക, അവിടെ കൈയടിച്ചത് തെറ്റാണെന്ന് ചിന്തിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു മാജിക് കാണിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സമകാലിക ഇന്ത്യയെ എങ്ങനെയാണ് നോക്കി കാണേണ്ടത് എന്നുള്ളത് ടോട്ടലി ആ സിനിമയിലുണ്ടായിരുന്നു. ഒരു പൊളിറ്റിക്കൽ സിനിമയും കൂടെയാണ്. പിന്നെ ആ കോടതിയിലെ പെർഫോമൻസ്, പൃഥ്വിരാജ്, ഇത്തരം ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. ജനഗണമന ഹൈലി അങ്ങനത്തെ ഒരു സ്കെയിലാണ് അത് പ്ലേസ് ചെയ്തിരുന്നത്. ഇപ്പോൾ നേരെ സ്കെയിൽ മാറ്റി പിടിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് അതൊരു ടെക്നിക്കാണോ? അല്ല, എനിക്ക് തോന്നുന്നു അത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിവിൻ ട്രൈ ചെയ്തില്ലേ, ഞാൻ നിവിനെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ എക്സാമ്പിൾ. നമ്മൾ പറയും നിവിൻ്റെ എന്താ പറയുക, വടക്കൻ സെൽഫി അല്ലെങ്കിൽ പ്രേമം, ഇതൊക്കെ ചെയ്തിരുന്ന ആള് പെട്ടെന്ന് വേറെ സോൺ മാറി, എന്നിട്ട് അവസാനം രാജീവ് സ്കൂളിൽ പോയി തുറമുഖം. അതെ, ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരും മനസ്സിലാക്കേണ്ടത് നിവിൻ ഒരു കിടലൻ ആർട്ടിസ്റ്റ് ആണോ. അതായത്
പേഴ്സണലി ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് ഞാൻ നിവിൻ പോളി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ നമുക്കൊരു വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള സ്പേസ്. കാര്യം സത്യം പറഞ്ഞാൽ എല്ലാം മാജിക്കാണ്. സിനിമയിൽ ഒരു ദൈവാനുഗ്രഹമാണ്. ഇപ്പോൾ ഞാൻ പൃഥ്വിരാജ്, അത്രയും വലിയൊരു സുരാജേട്ടൻ, എല്ലാവരുടെയും കൂടെ നമ്മൾ വർക്ക് ചെയ്യല്ലേ. അപ്പം നമുക്ക് അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് അവരെത്രത്തോളം നമ്മളെ വിശ്വസിക്കുന്നു എന്നുള്ളത്. പിന്നെ കൂടാണ്ട് നമുക്ക് തരുന്ന അവരുടെ ഒരു ഏരിയ ഉണ്ടല്ലോ, റെഡി എന്ന് പറയുന്ന ആ ഒരു ഏരിയ നമ്മൾ യൂസ് ചെയ്യാതെ വിടുക എന്ന് പറഞ്ഞതാണ്, യൂസ് ചെയ്തേ പറ്റൂ. അങ്ങനെ വരുമ്പോഴാണ് നിവിൻ പോളിയിലേക്ക് ഞാൻ വരുന്നത്. നിവിൻ പോളിയുടെ നമ്മൾ ഈ പറഞ്ഞ സിനിമകളുടെയൊക്കെ ഹാർഡ് കോർ ഫാൻസാണ്. എന്നിട്ട് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ സേഫ് സോൺ എന്ന് പറയപ്പെടുന്ന ആ ഒരു ഏരിയ, ചിരി, ഹ്യൂമർ, അത് ബ്രേക്ക് ചെയ്തത് ടോട്ടലി വേറൊരു ഡയമെൻഷനോട്ട്. കിടിലം പരിപാടിയല്ലേ. ഞാൻ പറയണത്, ഞാൻ അതിന് ശരിക്കും റെസ്പെക്ട് ചെയ്യും. കാര്യം എനിക്ക് മൂത്തോ ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സിനിമകളും എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തത്. അത് ബേസിക്കലി നിവിനെ അതിനെ അറ്റംപ്റ്റ് ചെയ്യാൻ, ഇതേപോലത്തെ ഒരു അറ്റംപ്റ്റാണ് രജനീഷ് ഞാനും ട്രൈ ചെയ്യണം. അത് ബേസിക്കലി പ്രേക്ഷകർ അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കും അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ്. എനിക്ക് ബേസിക്കലി ഇപ്പോൾ ക്വീനിലെ ഫസ്റ്റ് പടമായിരുന്നു, അതിൽ കോടതി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പടം മരിച്ചാൽ പോലും കോടതി ഞാൻ ചെയ്യില്ല. പക്ഷെ ഷാരിസ് എൻ്റെ അടുത്ത് നിന്ന് കഥ പറഞ്ഞു, പോരട്ടെ കഥ കേൾക്കാം. പക്ഷെ അവസാനം വീണ്ടും കോടതി. പക്ഷെ പിന്നെ ആ പടം പോകുന്നതും അവൻ പറയുന്നതും ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു റൈറ്റിങ്ങിലോട്ട് പോകുന്നു എനിക്കറിയാം, അത് അങ്ങനെ വരും എന്ന് എനിക്കറിയാം. ബേസിക്കലി ബിക്കോസ് ഞങ്ങൾക്ക് ഓൾറെഡി ഒരു കെമിസ്ട്രി ഉണ്ട് ക്വീനിൽ നിന്ന്. അപ്പോൾ പക്ഷെ ഞാനത് ചെയ്തു. ബേസിക്കലി എനിക്ക് തോന്നുന്നു ഈ രണ്ട് സിനിമ രണ്ടാണ്. എത്ര കോടതി ഉണ്ടെന്ന് പറഞ്ഞാലും അത് രണ്ട് സിനിമയാണ്. കാര്യം ഇത് ടോട്ടലി വേറൊരു ഡൈനാമിക്സ് പറയുന്ന സിനിമയാണ് ജനഗണമന. മോർ ഓഫ് ഇപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ട് ഒരു ഇന്ത്യൻ സിനിമ ലൈനിൽ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിച്ച ജനഗണമനയിൽ നിന്ന് മൂന്നാമത്തെ സിനിമയിലോട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ സത്യൻ സാറുടെയൊക്കെ ഹാർഡ് കോർ ഫാനാണ്. ഇപ്പോൾ സത്യൻ സാറുടെ എത്ര നല്ല സിനിമകൾ, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ നമ്മൾ സിനിമ എടുത്താൽ, അല്ലെങ്കിൽ ശ്രീനി സാറിൻ്റെ ചിന്താവിഷ്ടയ ശ്യാമള, ഇങ്ങനത്തെ ഒക്കെ ഓരോ സിനിമകൾ, അതൊക്കെ ഒരു 50 കൊല്ലം കഴിഞ്ഞ് കണ്ടാലും നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ എന്ന് കരുതി നമ്മുടെ ഈ സിനിമയല്ലോട്ടോ ഞാൻ പറയാം. ഞാൻ അവരുടെയൊക്കെ ഹാർഡ് കോർ ഫാനാണ്. പ്രിയൻ സാറ്, ജോഷി സാർ, ഇവരുടെയൊക്കെ ഫാനാണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയിൽ നിന്ന് എനിക്കൊന്ന് മാറ്റി ഒരു അറ്റംപ്റ്റ്. ഇപ്പോൾ പ്രിയൻ സാർ അത് എല്ലാം ചെയ്യും. പ്രിയൻ സാർ ലൈക്ക് എല്ലാ പടവും പുള്ളി ചെയ്യും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കൃഷ്ണ സോങ് പ്രിയൻ സാറിന് അയച്ചു കൊടുത്തത്, സാർ നമ്മുടെ വന്ദനം പാട്ട് പോലെയല്ലേ, സാറ് ചിരിച്ചു. സാറിന് എനിക്ക് പേഴ്സണലി ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമ വരുമ്പോൾ എനിക്കറിയാം നമ്മളൊരു ടെറൈൻ മാറി, ഫ്രം ജനഗണ ടോട്ടൽ ടെറൈൻ ഡിഫറെൻറ്റ്, നാട്ടും പ്രദേശം, ഒരു നാട്, സാധാ ഒരു മലയാളിയിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ സത്യൻ സാറിൻ്റെയൊക്കെ ഒരു സിനിമ അറ്റംപ്റ്റ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാര്യം എനിക്ക് എല്ലാ സിനിമയും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്താൽ എത്രത്തോളം പ്രേക്ഷകർ, കാര്യം പ്രേക്ഷകർ അല്ലെങ്കിൽ എന്നെ എക്സ്പെക്ട് ചെയ്യും. അത് തന്നെയാണ് ഇപ്പോൾ നിവിൻ ട്രൈ ചെയ്ത്. നിവിൻ എല്ലാ സിനിമയും ഒരു പാറ്റേൺ ചെയ്യുന്ന പോലെ തോന്നുമ്പോൾ എനിക്ക് തോന്നുന്നതാണ്, എനിക്കറിയില്ല, അദ്ദേഹത്തിനോട് പോയി പറഞ്ഞിട്ടുണ്ടാവും എന്തുവാണ് ബ്രോ എല്ലാ പടവും ഒരേപോലെ അല്ലേ എന്ന് തോന്നിയപ്പോൾ ചിലപ്പോൾ അദ്ദേഹം ഒരു റൈറ്റ് ടേൺ എടുത്തായിരിക്കാം. പക്ഷെ ഇതേപോലെ തന്നെ എൻ്റെ ഓരോ 2 സിനിമ കഴിയുമ്പോൾ മൂന്നാമത്തെ സിനിമ കോടതിയില്ല എന്നും ഞാൻ പറഞ്ഞു നിവിൻ്റെ കൂടെയുള്ള. അപ്പോൾ ഇതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോകം എനിക്ക് പ്രേക്ഷകർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ സൈഡിൽ നിന്ന്. നമ്മൾ ഈ 100 രൂപ 150 രൂപ എടുത്ത് വരുന്ന പ്രേക്ഷകർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക, അത് ഡിഫറെൻ്റ് ആയിരിക്കണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ ദാറ്റ് ഡസൻ മീൻ ഈ പറഞ്ഞ പോലെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന, എനിക്ക് ഏത് സിനിമ കിട്ടിയാലും നല്ലൊരു കഥ വേണം. കഥ ആസിന് അതിലൊരു സോൾ ഉണ്ടാവണം. മെസ്സേജിങ് എന്നൊന്നും ഞാൻ പറഞ്ഞു, പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താണ് ആ സിനിമയിൽ നിന്ന് പ്രേക്ഷകന് എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, എന്തെങ്കിലും കൂടെ ഒരു എക്സ്ട്രാ ഒരു എന്താ പറയുക ഐസിങ് ഓൺ ദ കേക്ക് പോലെയൊക്കെ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ. അതുകൊണ്ടാണ് എൻ്റെ പ്രൊമോഷൻ പാറ്റേണും സിനിമയിൽ രണ്ടായിട്ട് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അതുപോലെയാണ് ഞാൻ ഈ പറഞ്ഞ മൂന്നാമത്തെ സിനിമ മലയാളി ഫ്രം ഇന്ത്യയിലേക്ക് വരുമ്പോൾ സാധാരണ ഒരു കൊച്ചു, പക്ഷേ എന്ന് കരുതി കൊച്ചു എന്ന് പറയുമ്പോൾ കൊച്ചു സിനിമ എന്ന് പറയുമ്പോൾ ചെറിയ പടമാണ്, അങ്ങനെയല്ല കേട്ടോ. പടം ഈ പറഞ്ഞ പോലെ വലിയ സിനിമ തന്നെയാണ്. അതിൽ ഒരുപാട് ലൊക്കേഷൻസ്, ഇതൊന്നും നമുക്ക് റിലീസിന് മുന്നേ അതൊക്കെ പറഞ്ഞ പിന്നെ പ്രേക്ഷകർ കാണാൻ പോകുന്നത് അത് തന്നെയല്ലേ. അതൊക്കെ നമുക്ക് മറച്ചു പിടിക്കാം. പക്ഷെ ചോദിക്കുന്നത് മറ്റേതിൽ ഷാരിസ് വലിയ ഇന്ത്യ നിന്റെ തന്തയുടെ വകയില്ല എന്നൊക്കെ പറയുന്ന ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പൊളിറ്റിക്കലി എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ അതൊക്കെ ഗ്രിപ്പ് ചെയ്തു, സിനിമയെ ഗ്രിപ്പ് ചെയ്തു. കോടതി മുറിയിലും ഒക്കെയുള്ള ചിലതൊക്കെ ഡ്രാമാറ്റിക് ആയിപ്പോയി, ചിലതൊക്കെ അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറയുമ്പോഴും ആ സാധനം കൊണ്ടാണ് പിടിച്ചു നിന്നത്. അതിങ്ങനെ നിൽക്കുമായിരുന്നു. ആ സമയത്ത് അത് ആവശ്യമായിരുന്നു, അത്തരം ഒരു പടവും ആവശ്യമായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ കണ്ടു തീർത്തതാ. അടിപൊളിയായിട്ട് തോന്നുന്നത്. അതെ, സ്വീകരിച്ചതാണ്. ഞാൻ റിവ്യൂ പറയുന്ന സമയം കൂടെ ആയിരുന്നു. ഞാൻ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഹാഫിൽ തന്നെ വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. സുരാജ് ഏട്ടൻ്റെ അഭിനയം
അതെ, ഇവരുടെ കോംബോ രണ്ട് മറ്റേ പടത്തിലും നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിലും നമ്മൾ ഭയങ്കര രസമായിട്ട് പയറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ആ സാധനം പക്ഷെ വീണ്ടും തിയേറ്ററിൽ വിജയിക്കുവാണ്, മനസ്സിലായോ? അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയും കൂടെയാണ്. ആ പടത്തിൽ അങ്ങനെ കുറേ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ചില വിമർശനങ്ങളൊക്കെ നേരിട്ടെങ്കിലും ഓൾറൗണ്ട് അതൊരു പൊളിറ്റിക്കലും കൂടെ ആയതുകൊണ്ട് ഒരു നമ്മൾ ഭയങ്കര ഇന്റലക്ച്വൽസ് ആണെന്ന് വിശ്വസിക്കുന്ന മലയാളികൾ ഭയങ്കര അത് കണ്ടു. കാരണം കണ്ടേ പറ്റൂ എന്നുള്ളതായിരുന്നു. എഴുത്തത്രയും ശക്തമായിരുന്നു, വിഷയങ്ങൾ അത്രയും വലിയ വിഷയങ്ങളാണ് അതിനകത്ത് അവതരിപ്പിച്ചത്. അപ്പോൾ ആ ഡയറക്ടറിൽ നിന്നാണ് ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് പറയും? ആ ഡയറക്ടറാണോ ഈ ഡയറക്ടർ എന്നുള്ളത്? അല്ല, അത് നല്ല ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഷാരിസിന് തന്നെയാണ് ഈ സബ്ജക്റ്റ്. പക്ഷേ 1, 2, 3 മൂന്നിലോട്ട് വരുമ്പോൾ ഷാരിസ് അതും കൂടാതെ വേറെ സിനിമകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അവൻ്റെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് സ്ക്രിപ്റ്റ് ഈ സിനിമയിൽ. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഷാരിസിന് വിശ്വാസം. അപ്പൊ എല്ലാം വിശ്വാസമില്ല. ഡിജോ ആ പടത്തിൽ ഏറ്റവും കൂടുതൽ കൈയടി വാങ്ങിച്ചത് ആരാ? ഷാരിസിന്റെ പേര് എടുത്തു പറയുമ്പോഴും ഡിജോ എന്ന് പറയുന്ന മാസ്റ്ററെ എല്ലാ റിവ്യൂവേഴ്സും പോറ്റി പറഞ്ഞിട്ടുണ്ട്. അശ്വന്ത് കോക്കൊക്കെ അല്ല, ഞാൻ പറയുന്നത് ഡിജോയുടെ ക്രാഫ്റ്റിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. തമാശയാണെങ്കിലും ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. അല്ലല്ല, അതൊന്നും കേട്ടോ. ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമയില് അവന്റെ കാര്യം അവന്റെ സൈഡിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ച സിനിമയല്ല ഇത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അവൻ എനിക്ക് തരാൻ വെച്ചിരുന്ന സിനിമയല്ല ഇത് മലയാളി ഫ്രം ഇന്ത്യ. അപ്പൊ അത് അവൻ എൻ്റെ അടുത്ത് എനിക്ക് വേറെന്തോ ഒരു പ്ലാൻ ആയിരുന്നു അവന്, ഞാനല്ല ഡയറക്ടർ ആരായിരുന്നില്ല ചോദിക്കാം. അപ്പൊ അവൻ എന്തോ അങ്ങനത്തെ ഒരു പ്ലാനില് എൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ ഇത് നല്ല പടമല്ലേ, ഇത് പരിപാടി കൊള്ളാലോ, അങ്ങനെയാണ് ഇത് നമുക്ക്. അപ്പൊ ഞാൻ നിവിനായിട്ട് ഒരു ചെറിയ ഡിസ്കഷൻ, നിവിൻ ജനഗണമന കണ്ട് നിവിനുമായിട്ടുള്ള ഡിസ്കഷൻ. അപ്പൊ മേ ബി നിവിനും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വേറെ സിനിമയാണോ എക്സ്പെക്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് മനസ്സിൽ തോന്നിയത്, അല്ലെങ്കിൽ എനിക്കും ഷാരിസിനും തോന്നിയത്, ഇത് നിവിൻ പോളി ചെയ്താലേ നമുക്ക് ഇതൊരു ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ ഉണ്ടാവുമെന്ന് പറയല്ലേ. അതാണ് എനിക്ക് ഇവൻ്റെ കഥ കേട്ടപ്പോൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവൻ എഴുതിയ സിനിമകളിൽ വെച്ച് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ഫൈനസ്റ്റ് സ്ക്രിപ്റ്റ് ഇതാണ്. അപ്പം നേരത്തെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു, ആ വിശ്വാസം പൂർണ്ണമാവട്ടെ, സിനിമ വരട്ടെ. അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത സിനിമകളിലും എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സുകൊണ്ട് അടുപ്പം മലയാളി ഫ്രം ഇന്ത്യ. ഒന്നും ഉണ്ടായിട്ടില്ല. ബേസിക്കലി നമ്മളുടെ ഒരു കഥയാണ്. ഇപ്പോൾ സിനിമ കണ്ടതിന് ശേഷം, ഇപ്പോൾ ഞാൻ രജനിയോടായി പറയാം, നിങ്ങൾക്ക് ചിലപ്പോൾ ബ്രോ എന്താ പറയുക, സിനിമ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലായിരിക്കും കേട്ടോ, സിനിമ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടില്ലായിരിക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ എനിക്ക് ഒരു കാര്യം പ്രോമിസ് ചെയ്യാൻ പറ്റും, അതായത് ബീന മലയാളി, രജനീഷ് ആസ് എ മലയാളി ഒരിക്കലും തിയേറ്ററിൽ നിന്ന് തല കുനിച്ചിറങ്ങേണ്ടി വരില്ല. അത് ഉറപ്പായിട്ടും മലയാളി ഫ്രം ഇന്ത്യയിൽ എനിക്ക് പറയാൻ പറ്റുന്നത്. പഞ്ച് ഡയലോഗ് അല്ല, ബേസിക്കലി അത് അറിയാല്ലേ, പഞ്ച് ഡയലോഗ് ഷാരിസിന് മാത്രമല്ല. അല്ല, അതല്ല, അത് മാത്രമല്ല, അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് നമുക്കറിയാലോ, നമ്മൾ 100 രൂപ 150 രൂപ കൊടുത്ത് സിനിമ കാണാൻ അവരുടെ കയ്യിലാണ് സിനിമയുടെ വിധി ഇരിക്കുന്നത്. അവർ പറയുകയാണെങ്കിൽ ഇത് കൊള്ളൂല, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ ആസ് എ മലയാളി നിങ്ങൾ എവിടെയാണെങ്കിലും, അതാണ് ബ്രോ ഞാൻ നിങ്ങളോട് പറയുന്നത്, വേറെ നിങ്ങൾ ബീന മലയാളി, നിങ്ങൾക്ക് സിനിമ 100% തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തലവനിക്കേണ്ടി വരില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കേട്ടല്ലോ. ഒരു കാര്യം കൂടെ ഉള്ളത്, കുറച്ചൊരു ഗൗരവമുള്ള കാര്യം, ഈ ജാമിയ മിലിയയുടെ വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ വിൻസി ചെയ്ത ക്യാരക്ടറിന്റെ പേര് മുസ്ലിം പേരല്ല ഇട്ടത്. അത് അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ് ശരിക്കും ഡിജോ അങ്ങനെ ചെയ്യാൻ? അത് മുസ്ലിം ക്യാരക്ടറാണ് ആക്ച്വലി ബേസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതെന്തുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം? അല്ല, ബേസിക്കലി നമ്മൾ ഇപ്പോൾ അതിലത്തെ ഇൻസിഡൻറ്റ് പോലും നമ്മൾ ജനഗണമല്ല ആ ഒരു ക്യാരക്ടർ മാത്രമല്ല, അതിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന പല ഇൻസിഡൻസും നമ്മൾക്ക് ചിലർ വായിച്ചറിഞ്ഞിട്ടുണ്ടാവും, ചിലർക്ക് അറിയ പോലുമില്ല. എന്നാൽ അതാണ് എന്നുണ്ടെങ്കിൽ അല്ല, നമ്മളിതെല്ലാം ചെയ്യുന്നത് ഇൻസ്പയർഡ് ആണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കൃഷ്ണ സോങ്, മലയാളി ഫ്രമിൽ കൃഷ്ണ സോങ്, എൻ്റെ അടുത്ത് രജനീഷ് ചോദിച്ചത് മറ്റേ കരളെ, പക്ഷെ എനിക്ക് കരളെ മാത്രമല്ല, എനിക്ക് വേറെയും കുറേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഇൻസ്പയർഡ് വേർഷനാണ് നമ്മൾ നമ്മുടെ ഒറിജിനലായിട്ട് വയ്ക്കുന്നത്. അല്ലാതെ ഞാൻ വിശ്വസിക്കുന്ന ഒന്നും തന്നെ ഒറിജിനൽ അല്ല, എല്ലാം ഇൻസ്പയർഡ് ആണ്. പക്ഷെ നമ്മൾ ഫൈനലി അതിനെ പാക്കേജ് ചെയ്ത് മെറ്റീരിയലൈസ് ചെയ്ത് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല ലുക്സും അതിൽ ഗൗരി മാത്രമല്ല വേറെ പല ക്യാരക്ടേഴ്സും നമുക്ക് തോന്നും. ഇപ്പോൾ പലരും പറയും, ഇപ്പോൾ വിദ്യ, നമ്മുടെ പടത്തിൽ വിദ്യ, അത് ഇന്ന ക്യാരക്ടറാണോ, അത് ചിലപ്പം മെയിൽ ക്യാരക്ടർ ആയിരുന്നേക്കാം നിങ്ങൾ വായിച്ചത്, എന്നാൽ അത് ഫീമെയിലായി. ഇറ്റ് ഓൾ ഡിപ്പെൻസ്. അത് നമ്മൾ വെക്കുന്ന ഒരു ഇൻസ്പയർഡ് വേർഷനാണ്. അതുകൊണ്ട് എന്താ നമ്മൾ ഒറിജിനൽ ആണെന്ന് പറയുന്നുമില്ല, ശരിയല്ലേ? ഈ സിനിമയിൽ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം. നമ്മൾ തുടക്കത്തിൽ സിനിമയിൽ ആദ്യം എഴുതി കാണിക്കുന്നതല്ലേ, ഇതിലെ കഥാപാത്രങ്ങളും എല്ലാം തന്നെ
തികച്ചും സാങ്കല്പികമാണ്. ബിക്കോസ് ഇത് സിനിമയാണ്, എന്റർടൈൻമെന്റിന് വേണ്ടി. നമ്മൾ ആർക്കും വേണ്ടി ആരുടെയും മുഖത്ത് എന്താ പറയുക ഇത് ഇന്ന ആളാണെന്ന് പറഞ്ഞ് ചെയ്യുന്നത്, അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് റോങ്. അത് സിനിമയല്ല. സിനിമ റിയൽ ആണെന്ന് വെച്ചാൽ അല്ല, സിനിമ ഇസ് എ മാജിക് എന്ന് വിശ്വസിക്കുന്നതാണ്. ആൻഡ് ഇറ്റ് ഇസ് ഫോർ എന്റർടൈൻമെന്റ്. അപ്പോൾ ആ പേഴ്സ്പെക്റ്റീവ് ചെയ്യുമ്പോൾ എൻ്റെ ഉത്തരവാദിത്തമാണ് ഇത് എൻഷുർ ചെയ്യണം. അതാണ് ഈ ചോദ്യം. ഓക്കെ, അതിനിടയ്ക്കൊരു ചോദ്യം. ഇപ്പോൾ മഞ്ഞുമേൽ ബോയ്സ്, പ്രേമലു, അതേപോലെ ആവേശം, വർഷങ്ങൾക്ക് ശേഷം ഒക്കെ ഒരു ബാധ്യതയാണ് എടുത്തു വരുന്ന സംവിധായകർക്ക്. 100%. ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട്. മാജിക് ഫ്രെയിംസ് ആണ്, നിവിൻ പോളി ഉണ്ട്, ജെയ്ക്സ് വിജയ് ഉണ്ട്, ധ്യാനുണ്ട്, അനശ്വരയുണ്ട്. സപ്പോർട്ടാണ്. പക്ഷേ പ്രഷർ ഭീകരമാണ്. പക്ഷെ ഞാൻ വന്നത് ഈ പറഞ്ഞ പോലെ ഒരു പ്രഷറും ഇല്ലാതല്ലേ. കാര്യം ക്വീൻ എന്ന് പറഞ്ഞൊരു സിനിമയിലാണ് ഞാനും എല്ലാവരും ഞങ്ങൾ വന്ന വഴി അങ്ങനെയാണ്. അതായത് ഞങ്ങൾക്കൊരു പ്രഷറില്ല, ഒരു ബാധ്യത ഇല്ലാതെ വന്നു. കുറേ പുതിയ പിള്ളേരെ വെച്ചിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച ആർട്ടിസ്റ്റിനെ കിട്ടാതെ വന്നപ്പോൾ നമ്മൾ ചെയ്തൊരു ചെറിയ പടം, അത് വിജയിപ്പിച്ച് തന്നത് ക്യാമ്പസാണ്, ഇവിടുത്തെ നാട്ടിലെ നമ്മുടെ മലയാളികളായ ജനങ്ങളാണ്. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് കയറുന്നത്. അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തിയില്ല. എനിക്ക് തോന്നുന്നു അതിൽ ഇപ്പോൾ പല പൊസിഷനിൽ നിൽക്കുന്ന പലരും, എനിക്കൊന്ന് ജെയ്ക്സിൻ്റെയും ഫസ്റ്റ് അല്ല, കുറേ മലയാള സിനിമ ഏതെങ്കിലും ഫസ്റ്റ് ഒരു ഹിറ്റ് കിട്ടുന്ന ഹിറ്റ് മ്യൂസിക്കൽ ചാർട്ട് വരുന്നത് ക്വീനിലാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ തുടക്കമാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പ്രേക്ഷകരെ വിശ്വാസമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ബാധ്യത എന്ന് പറയുന്നത് രണ്ടാമത്തെ സിനിമയിലും എനിക്കുണ്ടായിരുന്നു. കാര്യം പലരും പറയും പല ആദ്യത്തെ സിനിമ വിജയിച്ചു, അതിൽ വലിയ സംഭവമൊന്നുമില്ല, രണ്ടാമത്തെ സിനിമയാണ് സംവിധായകൻ്റെ ഇത്. ഞാൻ പറയും അങ്ങനൊന്നുമില്ല ബ്രോ. എല്ലാ സിനിമയും സംവിധായകൻ്റെ കയ്യൊപ്പ് വരേണ്ടതാണ്. സംവിധായകൻ്റെ സിനിമയാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ ബേബിയല്ലേ അത്. അപ്പം നമ്മൾ അതിനെ എത്രത്തോളം റെസ്പോൺസിബിളായിട്ട് ഒരു സിനിമ ചെയ്യാൻ നമ്മൾ തീരുമാനം എടുത്താൽ നമ്മൾ റെസ്പോൺസിബിളാണ്. ഈ പറഞ്ഞ പോലെ അതിന് മുന്നേ ഇത്ര സിനിമകൾ ഹിറ്റടിച്ചു, ഇത്ര സിനിമകൾ ഫ്ലോപ്പായിരുന്നു, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഇപ്പോൾ എന്താ പറയുക, ഈ സിനിമയിൽ ഇത് മാത്രമല്ല കേട്ടോ, രജനീഷ് പറഞ്ഞ ഈ സിനിമകളുടെ ഒരു ഹിറ്റ് ഒരു ബാധ്യത മാത്രമല്ല, വേറെ പല പ്രശ്നങ്ങളുണ്ട്. അതായത് ജനഗണമനയെക്കാട്ടും കൂടുതൽ ബഡ്ജറ്റായി ഈ സിനിമയ്ക്ക്. അപ്പം അതെന്തുകൊണ്ട്? ഇത് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ എന്നെ വിശ്വസിച്ച് ചെയ്യല്ലേ, അദ്ദേഹം എന്തിന് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യണം? അതിൽ ഇപ്പോൾ പറഞ്ഞ പോലെ സുരാജ് വെഞ്ഞാറമൂട് എന്ന കോമ്പിനേഷൻ ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, പൃഥ്വിരാജ് എന്ന് പറയുന്ന ആളുടെ അയ്യപ്പനും കോശിയും, ഇങ്ങനത്തെ ഹിറ്റ് സ്ട്രീക്കിന് ശേഷമാണ് ജനഗണമന. ഞാൻ പറയാം, എന്നാൽ അതേപോലെയല്ല ഇവിടെ ഞാൻ. അപ്പോൾ പ്രഷർ, ഈ പറഞ്ഞ പ്രഷർ മാത്രമല്ല, ഇതിൻ്റെ ഗുണം മലയാള സിനിമയ്ക്ക് സത്യം പറഞ്ഞാൽ മുന്നേ വന്ന ഹിറ്റുകളെല്ലാം നമുക്ക് നമ്മുടെ ഈ സിനിമ കാണാൻ പുറത്തെ ഉള്ളവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി വൈസ് എല്ലാം പ്രഷറാണ്. സിനിമ ചെയ്യുന്നുണ്ടോ പ്രഷറാണ്. ഞാൻ വിശ്വസിക്കുന്നു അതിന്. ഇത് മാത്രമല്ല പ്രഷർ, സൂപ്പർ സ്റ്റാർസിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യണം. ഇപ്പോൾ ആ ഫസ്റ്റ് സിനിമ സാധാരണ പുതിയ പിള്ളേരാണ്. അവിടുന്ന് പോയതിനു ശേഷം എൻ്റെ കരിയറിൽ മൊത്തം സൂപ്പർ സ്റ്റാർസാണ്. ഇപ്പോൾ പൃഥ്വിരാജ് ആയിക്കോട്ടെ, നിവിൻ പോളി ആയിക്കോട്ടെ, സുരാജ്, എല്ലാവരും സ്റ്റാർസ് അല്ലേ. സ്റ്റാർസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് പ്രഷറാണ്. പക്ഷെ നമ്മളത് ഡയറക്ടർ ആകുമ്പോൾ നമ്മുടെ തൊഴിൽ അതാണ്, നമ്മളിത് ഏറ്റെടുത്തേ പറ്റും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വന്നു പോകും. ഈ ആടുജീവിതം കാണുന്ന സമയത്ത് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ഒരുപാട് മാറി, ഇല്ലെങ്കിൽ ഒരുപാട് മാനറിസംസ് ഒക്കെ മാറ്റി വെക്കുകയും ഡബ്ബിങ്ങിൽ പോലും അതീവമായിട്ടുള്ള ശ്രദ്ധ പുലർത്തുകയും ചെയ്തിട്ടുള്ള ഫൈൻ വർക്കാണ്. നമുക്ക് അഭിമാനത്തോടു കൂടി ഒരാൾക്ക്, ഒരു വിദേശി നമുക്ക് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാം, ഞങ്ങൾക്കുണ്ട് കേട്ടോ പടം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലൊരു പടമാണ്. അത് കാണുമ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ ആ ഒരു ഇത്തരം ഒരു എഫർട്ട് കാണുമ്പോൾ ഡിജോ എത്ര അഭിമാനത്തോടു കൂടിയാണ് തിയേറ്ററിൽ ഇരുന്നത്? ഞാൻ അഭിമാനമല്ല, സത്യം പറയാലോ രമേശ്, ഞാൻ അതിൻ്റെ എനിക്കറിയില്ല, രാജു പടം കണ്ടതിന് ശേഷം ഞാൻ ഭയങ്കര ഡൗൺ, ഞാൻ കരച്ചിലായിരുന്നു. അത് എന്താന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല, ഞാൻ ഭയങ്കര ഇമോഷണലായി പോയി. എന്തോ എനിക്ക് അറിയില്ല. ഞാൻ എന്നിട്ട് രാജുവിന് വോയിസ് വെച്ചു, സുപ്രീനെ വിളിച്ചു പറഞ്ഞു, രാജു അപ്പോൾ ഫ്ലൈറ്റായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചു. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാര്യം നമ്മളുടെ കൂടെ വർക്ക് ചെയ്തോ, എനിക്ക് വർക്ക് ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയ നടനായതുകൊണ്ടാണോ, അതുമാത്രമല്ല അദ്ദേഹം ഒരു ഇത്രയും വലിയൊരു ചാലഞ്ച് അച്ചീവ് ചെയ്തുകൊണ്ട്, അദ്ദേഹം മാത്രമല്ല ബ്ലസ്സി സാറിനെ പോലത്തെ ഒരാൾ ഇത്രയും വർഷം ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനത്തെ ഒരു സിനിമ കാണിച്ചതിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ തകർന്നു പോയി. കാര്യം എനിക്കത് കാണാനുള്ള ഒരു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ലോസ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അഭിമാനം ഇതെല്ലാത്തിൻ്റെ ഒരു മിക്സ്ചർ ആയിരിക്കാം. ഞാൻ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. അത് ശരിക്കും സുപ്രയ്ക്ക് അറിയാം. ഞാൻ വിളിച്ചിട്ട് കരച്ചിലായിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് പോയി. എന്തിനാ കരഞ്ഞെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ അതാണ് ആ സിനിമയുടെ മാജിക്. നമ്മളെ ഭയങ്കരമായിട്ട്, എനിക്കൊന്ന് രജനീഷിനും ഭയങ്കരമായിട്ട്, ഞാൻ നാലിടത്ത് ഞാൻ
ഇമോഷൻ വിട്ടുപോയി. ഒരു സ്ഥലത്ത് എനിക്ക് ബീറ്റ് ഞാൻ ഭയങ്കരമായിട്ടേ എന്തോ എനിക്കത് എനിക്ക് താങ്ങാൻ പറ്റിയില്ല. അപ്പൊ ഇതേ ഇമോഷനായിരുന്നു ഞാൻ കൺവേ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ രാജുവായിട്ട് ഞങ്ങൾ കുറെ സംസാരിച്ചു. അപ്പൊ രാജു എന്താ കാര്യം, പുള്ളി എന്തിനത് ചെയ്തു എന്ന് വെച്ചാൽ പുള്ളി തന്നെ എനിക്കൊന്ന് രാജു തന്നെ ചില ഇന്റർവ്യൂസിൽ പറഞ്ഞു ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല, ശരിയല്ലേ? പക്ഷേ ഇങ്ങനെയൊക്കെ ഇവര് ചെയ്യണ്ടേ? ഇവരൊക്കെ ചെയ്താലേ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു അഭിമാനമല്ലേ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുക. മലയാള സിനിമയ്ക്കൊരു ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യണം. നമ്മളും അതാ ഇവരിൽ നിന്നൊക്കെ നമ്മൾ ഓരോന്ന് പഠിക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ ഭാഗ്യം. അതെ. ഈ വർഷങ്ങൾക്ക് ശേഷത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് ഞാൻ വിനീതനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിവിൻ പോളി വന്നിട്ടായിരുന്നു എന്നെ കയ്യിലെടുത്തത് എന്ന് വെച്ചാൽ പിന്നെ തകർപ്പായിരുന്നു. അപ്പം ഞാൻ പറയില്ല, ഈ സീറ്റഡ്ജിൽ വന്നിട്ട് ഇയാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി സ്റ്റേജിൽ നിന്നിട്ടൊരു കാര്യം പറയുന്നത് ഞാൻ വിചാരിച്ചു ഇതെന്തിനാ ഇതിങ്ങനെ പറയണേ, എന്ത് മണ്ടത്തരമാണ് കാണിക്കണേ. സിനിമയാണ്, പക്ഷെ സിനിമയ്ക്കുള്ളിൽ അങ്ങനെ ഒരു സംഗതിയാണല്ലോ, അത് എല്ലാം കൂടെ റിലേറ്റഡ് ആണ്. സിനിമയാണ്, അത് എങ്ങനെ പ്രതിഫലിക്കുന്നു, അതിന് ആർട്ടിസ്റ്റ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു സാധനമാണ്. അപ്പം നമ്മളും ഒരു സിനിമയെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള രീതി ഇതിങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്നൊരു സാധനം പറയും. പക്ഷെ അത് ബ്രില്യൻ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. വിനീത് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വിനീതിന് ആ സ്വാതന്ത്ര്യമുണ്ട്. ആ സാധനം, ആ പെർഫോമൻസ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ എന്തായിരുന്നു, എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു, അയ്യോ ഇത് ഇയാൾ ചെയ്യണോ, ആദ്യം വിചാരിച്ച് ചെയ്യണ്ട, അവസാനം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തല്ല ഇത് ചെയ്യണമായിരുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അഭിപ്രായം ഇല്ലായിരുന്നു, ഇത് ചെയ്യേണ്ടെന്നായിരുന്നു. എന്തായിരുന്നു മനസ്സിൽ തോന്നിയത് വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ? അല്ല, വർഷങ്ങൾക്ക് ശേഷം ഞാൻ പ്രിവ്യൂ എല്ലാവരുടെയും കൂടെ കണ്ടത്. അപ്പോൾ എനിക്ക് ബേസിക്കലി ഞാൻ ഏതാണ്ട് നിവിൻ ഈ പറയുന്നുള്ളൂ പ്രോമോയിൽ പറയുന്നത് 86 ദിവസം ഷൂട്ട് ചെയ്തു. എനിക്ക് 100 ദിവസം അടുത്ത് ഞാൻ നിവിൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്. അപ്പം നിവിൻ്റെ ഒരു വർഷങ്ങൾക്ക് ശേഷത്തിൽ നിൽക്കാം. അതെ, വർഷങ്ങൾക്ക് ശേഷത്തിൽ നിവിൻ്റെ പെർഫോമൻസിനെക്കാട്ടും എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ എനിക്ക് ധ്യാനിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പ്രണവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിനീതേട്ടൻ ആസ് എ ടോട്ടാലിറ്റി ആ സിനിമയെ സ്നേഹിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷം കണക്റ്റ് ആവുന്നതാണ്. പക്ഷെ എനിക്ക് കാൽപ്പനികതയൊന്നും അല്ല കണക്ട് ആയത്, ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നിവിൻ്റെ ഏരിയയും, പക്ഷെ എനിക്ക് തോന്നുന്നു നിവിൻ്റെ ഏരിയ അത് വെച്ചതിന് വ്യക്തമായ റീസൺ വിനീതേട്ടന് ഉണ്ടാവും. കാര്യം വിനീതേട്ടന് കൃത്യമായിട്ട് അറിയാലോ വിനീതേട്ടൻ എങ്ങനെയാണ് നിവിനെ. കാര്യം നമ്മൾ കണ്ടു തുടങ്ങിയത് വിനീതേട്ടൻ, അൽഫോൺസ് പുത്രൻ, എബ്രിഡ് ഷൈൻ എന്നീ പറയുന്ന ഫേമസ് നമ്മൾ ലുക്കപ്പ് ടു ചെയ്യുന്ന ഡയറക്ടേഴ്സിലൂടെയാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം നിവിനെ എവിടെ യൂസ് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നിയില്ല ഈ പറഞ്ഞ പോലെ സ്റ്റേജിൽ വന്നാൽ പറയുന്നത് ഇപ്പോൾ അങ്ങനെ അത് പറയേണ്ടതാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. ആസ് എ ടോട്ടാലിറ്റി കണ്ടപ്പോൾ എനിക്കത് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇതേ നിവിനെ നമ്മുടെ സിനിമയിലോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നിവിൻ്റെ ഒരു 360 ഡിഗ്രി കവർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. അതായത് ഇപ്പം അതേ റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. നേരത്തെ രജനീഷ് ചോദിച്ചില്ലേ സിനിമ ഇതിനുള്ള പ്രഷറും റെസ്പോൺസിബിലിറ്റി. ഇവിടെ നിവിൻ പോളിനെ നമ്മൾ കണ്ട പ്രേമം, ഈ വടക്കൻ സെൽഫി, ഇങ്ങനത്തെ ഓരോ സിനിമകൾ കാണുമ്പോൾ നമ്മളൊക്കെ കൊതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കിട്ടുമ്പോൾ വെറും ഇപ്പം അതിൽ നിങ്ങളൊരു കോമഡി സെക്ഷനാണ് അല്ലെങ്കിൽ ഹ്യൂമറാണ് നിവിൻ്റെ നോക്കുന്നതിൽ, അത് മാത്രമല്ല എൻ്റെ റെസ്പോൺസിബിലിറ്റി 360 ഡിഗ്രി കറങ്ങാന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമയിൽ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യയിൽ ആൽപ്പറമ്പിൽ ഗോപിയുടെ ഒരു 360 ഡിഗ്രി ഇമോഷണൽ ജേണിയാണ്. അതിലേക്ക് റെഡിയാക്കി എക്വിപ്ഡ് ആവുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അതെനിക്ക് തോന്നുന്നു ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. നിവിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി പ്രേക്ഷകരെ കണ്ടിട്ട് അതിൽ പറയുന്നത് പോലെ പ്രൊമോഷൻ വരുമെന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും പ്രൊമോഷൻ വരേണ്ട കാര്യമില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അല്ല, ശരിക്കും പ്രൊമോഷൻ വരുമോ നിവിൻ? അല്ല, ബേസിക്കലി നിവിൻ വരേണ്ടതാണെങ്കിൽ വരും, വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഈ നമ്മളൊന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇനിയും ചെയ്യണമെന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നിവിൻ്റെയും ധ്യാൻ്റെയും ഇൻ്റർവ്യൂസൊക്കെ വരണം എന്ന് ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞാൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നല്ലേ. സിനിമയിലും അത് തന്നെയല്ലേ. സിനിമയിൽ ഇവർ രണ്ടുപേരുടെയും കോമ്പിനേഷൻ അല്ലേ. അപ്പം അത് കാണാൻ ആഗ്രഹിക്കുന്നവർ തിയേറ്ററിലേക്ക് വരാം. ഇൻ്റർവ്യൂസൊക്കെ പരിപാടി നമുക്ക് പ്ലാൻ ചെയ്യും. ഇവരുടെ അവൈലബിലിറ്റി സത്യം പറഞ്ഞു ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജു 2 ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ സിനിമയുടെ ഷൂട്ടിൻ്റെ ഇടയിലാണ് ബോസ് ആൻഡ് കോൻ്റെ പ്രൊമോഷൻ വന്നപ്പോൾ. അപ്പോൾ എനിക്കറിയാം, എൻ്റെ പെയിൻ അറിയാം, നമ്മൾ ഷൂട്ടിൻ്റെ ഇടയിൽ നിന്ന് പ്രൊമോഷന് വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പുള്ളി അവിടെ ഷൂട്ടിൻ്റെ ഇടയിലാണ്. ലെറ്റ് ഹിം കം ബാക്ക് ആൻഡ് ജോയിൻ ഫോർ ദ പ്രൊമോഷൻ. ഞങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാമോ, ഇവരൊക്കെ കൂടെ വന്നിരിക്കുന്ന പ്രൊമോഷൻ തന്നെ കാണാൻ എന്തൊരു അഴകാണ്. അപ്പൊ സിനിമ പോരാള അതിന്റെ മുന്നോട്ട് ഞങ്ങളുടെ ആഘോഷമാണിത്. ശരിക്കും മലയാളികൾ ഇപ്പൊ ഇന്റർവ്യൂസ് ആഘോഷിക്കുന്ന ഭയങ്കര ഒരു ബ്രെയിൻ, നോ ബ്രെയിനർ, ഹാപ്പി ആയിട്ടില്ല ശരിക്കും കേട്ടോ.
വർഷങ്ങൾക്ക് ശേഷത്തിലെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ഭയങ്കര റിലാക്സ്ഡ് ആവുക. വീട്ടിൽ ചെല്ലുമ്പോൾ സീരിയലോ പരിപാടിയോ ഒന്നും അല്ല, എല്ലാവരും എഴുന്നേറ്റ് ഇന്റർവ്യൂ കാണുക. അല്ല അത് ഞാൻ പറയുന്നത് അതൊക്കെ നല്ലതാണ്. എല്ലാവരുടെയും കഥ കേൾക്കാനും എല്ലാവരുടെയും ഇതൊക്കെ കേട്ട് തമാശയാണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും കേൾക്കുന്ന നമ്മുടെ ഒരു പ്രവണത നല്ല സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സിനിമയ്ക്ക് സംഭവിക്കട്ടെ. അത് റിലീസിന് മുന്നേ ആണോ പിന്നെയാണോ ചോദിക്കുന്നത്? ആ ചെറുപൂരം എപ്പോഴാണ്? പൂരത്തിന് ശേഷമാണോ പൂരത്തിന് മുന്നേ? അല്ല അതാ പറയാം, പൂരത്തിന് മുന്നെയാണോ പിന്നെയാണോ എനിക്ക് അറിയില്ല, സത്യമായിട്ട് അറിയില്ല. അപ്പൊ സംഭവിക്കട്ടെ, സംഭവിക്കും എന്തായാലും ഉറപ്പാ. തീർച്ചയായിട്ടും സംഭവിക്കും കേട്ടോ. എല്ലാവരും ധൈര്യമായിട്ടിരുന്നു. മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന വലിയ പൂരം നടക്കുന്നതിന് മുമ്പോ ശേഷിയോ ഒരു പൂരവും കൂടെ ഉണ്ടാവും. അതിന് കാത്തിരിക്കുക. നിവിനും ധ്യാനവും ഒക്കെ നയിക്കുന്ന വെടിക്കെട്ടായിരിക്കും. നമ്മൾ സൈഡിൽ ചെറിയ പടക്കം ഡിജോ അങ്ങനെ തന്നെ നടക്കട്ടെ. എന്തായാലും പടം എനിക്ക് തോന്നുന്നു ഗ്രിപ്പ് അടിക്കുമെന്നാണ് ഡിജോയുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. എന്റെ ആത്മവിശ്വാസമാണ്, അതിന്റെ ബാധ്യത എനിക്കാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നതാണ്. കാരണം ഷാരിസിന്റെ റൈറ്റിങ്ങിലും ഡിജോയുടെ സംവിധാനത്തിലും ഞങ്ങൾക്ക് ശരിക്കും ആത്മവിശ്വാസമുണ്ട്. പക്ഷെ അത് ഓരോ പടത്തിലും ഓരോ സംവിധായകനും ഓരോ രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഇത് നോക്കാം, നമുക്ക് സക്സസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദിയുണ്ട്. താങ്ക് യു.